happens only in India. ആന വായ പൊളിക്കുന്നത് കണ്ടിട്ട് ആട് വായ പൊളിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് പൊതുവേ ചോദിക്കും. പക്ഷേ എന്ന് വെച്ച് ആടൊന്ന് വായ പൊളിച്ചു നോക്കുന്നതിൽ തെറ്റുണ്ടോ? ഗുഡ് മോർണിംഗ് ജി, ഇത് ക്ലബ് FM, യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ വിത്ത് ടൺ കണക്കിന് ഫൺ. കൂടെ ഉള്ളത് യുവർ ആർജേദോസ് പൂജ. ആനയുടെയും ആടിന്റെയും സ്റ്റോറിക്ക് കോമ കൊടുക്കാം, എന്നിട്ട് അതിനോട് സാമ്യമുള്ള വേറൊരു കാര്യം പറയാം. ഇവിടെ ആനയില്ല, പകരം അന്നയുണ്ട്, അന്ന ഹസാരെ. ആടില്ല, പകരം താടിയുള്ള ബാബയുണ്ട്, ബാബ രാംദേവ് ജി. അന്നാജി കറപ്ഷനെതിരെ അനിശ്ചിതകാല ഉപവാസം തുടങ്ങി. ഉപവാസം അന്നാജിക്ക് ഒരു വിഷയമല്ലല്ലോ. പക്ഷെ അതുപോലാണോ ബാക്കിയുള്ളവര്? ഉപവസിച്ച് കേജ്രിവാൾ കിടപ്പായി. ഉപവാസം ദി എൻഡായി. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അന്ന ഉപവസിക്കുന്നത് കണ്ടിട്ട് കേജ്രിവാൾ ഉപവസിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ദാണ്ടെ ബാബ രാംദേവും തുടങ്ങി ഉപവാസ സമരം ബ്ലാക്ക് മണിക്കെതിരെ. இந்தியா ஏழை நாடு இல்ல அறிவு, அதோட செல்வத்தெல்லாம் கருப்பு பணமா பதுக்கி வச்சிருக்காங்க. அதனால எவ்வளவு ஏற்றத்தாழ்வு பாரு. ரிச் கெட் ரிச்சர், புவர் கெட் புவரர். பணக்கார இன்னும் பணக்கார ஆயிட்டு இருக்கா, ஏழை இன்னும் ஏழை ஆயிட்டு இருக்கா. நம்ம நாடு ஒருமேனி பிடியில் இருக்கிறதுக்கு காரணமே இந்த கருப்பு பணம் தான். എന്നിട്ട് എന്തായി? 3 ദിവസം കഴിഞ്ഞപ്പോ ബാബയും പറഞ്ഞു, കാരണം പറഞ്ഞത് നിങ്ങളൊക്കെ ജോലി എടുത്ത് ജീവിക്കുന്നവരല്ലേ, നിങ്ങളുടെ ജോലിയും കുടുംബ ജീവിതവും ഇത് കാരണം ഗോവിന്ദയാവണ്ടെന്ന്. അല്ല, അത് ശരിയാ, ബാബയ്ക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അതുപോലാണോ സാധാരണക്കാര്? എന്നാലും പെട്ടെന്ന് ബാബ രാംദേവ് ഉപവാസം നിർത്താനുള്ള റീസൺ എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും റീസൺ? അയ്യോ, എനിക്ക് വിശക്കുന്നേ. നിനക്ക് പൊറോട്ടയും ചിക്കനും ഞാൻ വാങ്ങിച്ചോണ്ട് അവിടുന്ന് പാതിരാക്കി നിന്റെ അച്ഛനുണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയും ചിക്കനും മിക്കവാറും ഞാനിത് വിശന്ന് ചാവും. It happens only in India, only on Club FM, ton കണക്കിന് fun. It happens only in India. ക്ലബ് എഫ്എമ്മില് ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ കേട്ടോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇവിടെ ചിലര് വിശന്നിരിക്കുന്നുണ്ട്. എന്നാ വല്ലതും വേണോന്ന് ചോദിക്കുക. എവിടെ? ഇറ്റ്സ് ഓക്കെ. കുറച്ച് വിശപ്പ് സഹിച്ചുകൊണ്ട് അടുത്ത വിഷയത്തിലോട്ട് അങ്ങ് ചാടാം. വണ്ടി നിർത്തടാ, ലൈസൻസ് എടുക്കടാ, ഇങ്ങനെയൊക്കെയുള്ള ട്രാഫിക് പോലീസിന്റെ ഡയലോഗ് ഇനിയിപ്പോ പഴയ സിനിമകളിൽ മാത്രം കേൾക്കേണ്ടി വരും. കാരണം ലൈസൻസ് വേണ്ടാത്ത വണ്ടി ദാ വരുന്നുണ്ട്. വണ്ടി ഓടിക്കണമെങ്കിലല്ലേ ലൈസൻസ് വേണ്ടൂ. നമ്മൾ ഓടിക്കാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓടുന്ന വണ്ടി വന്നാലോ പിന്നെ എന്തിനാ ലൈസൻസ് അല്ലേ? സന്തോഷിക്കണ്ട, അടുത്തെങ്ങും അത് നടപ്പില്ല. ഇന്ത്യയിൽ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കണ്ട. പക്ഷേ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ സംഗതി ഇന്ത്യയിലും വന്നേക്കാം. എന്നാ പിന്നെ ഇനിയിപ്പോ കാശ് മുടക്കി ലൈസൻസ് എടുക്കണ്ട എന്ന് ആരും തീരുമാനിക്കണ്ട. കാറിനും എയർ ഇന്ത്യ പൈലറ്റുമാരെ പോലെ ഓടിക്കൊണ്ടിരിക്കുമ്പോ പണി മുടക്കാൻ തോന്നിയാലേ വണ്ടി ബ്രേക്ക് ഇട്ട് നിർത്താനെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? സീറ്റിന്റെ അടിയിൽ തൊള. അത് ഞാനിട്ടതാ. അതെന്തിനാ? നമ്മൾ വണ്ടി എടുക്കാൻ നേരത്തെ വണ്ടി സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഇങ്ങനെ കയറിയിരുന്ന് ഈ തുളയിൽ കൂടി കാലിട്ട് എണീറ്റ് നിന്ന് വണ്ടി തള്ളണം. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. നോക്കിയോ, ഈ കാറ് ജെയിംസ് ബോണ്ടിന് പോലുമില്ല. അതെന്താ? ഈ കാർ എന്റെ അടുത്തിരിക്കുകയല്ലേ. രജീഷ് ഫ്രം പാലക്കാട് എനിക്ക് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ബാബ രാംദേവ് ഇനി ഉണ്ണാതിരി സമരമല്ല മിണ്ടാതിരി സമരമാണ് ചെയ്യേണ്ടതെന്ന്. പറഞ്ഞു നോക്കാം രജീഷേ, പക്ഷെ നടക്കുമെന്ന് ഡൗട്ടാ. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിത്ത് യുവർ ആർജേദോസ് പൂജ ഓൺ ക്ലബ് FM, ടൺ കണക്കിന് ഫൺ. It happens only in India. ഇന്നത്തെ പരിപാടി കേട്ട ഓരോ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി പ്രകാശിപ്പിക്കുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നന്ദിയുണ്ട് സാറേ, നന്ദി മാത്രമല്ലേ. അല്ല, പുറകെ നല്ല നല്ല പാട്ടുകളും വരുന്നുണ്ട്, കൂടെ ഓണവിശേഷങ്ങളും ഉണ്ട്. കേട്ട് ആസ്വദിക്കുന്നതിന്റെ കൂടെ എനിക്കുള്ള മെയിൽ അയക്കാൻ മറക്കണ്ട. മെയിൽ ID is ithappens@clubfm.co.in. സോ അടുത്ത ആഴ്ച സൺഡേ കൃത്യം 10 മണിക്ക് സന്ധിக்கலாம். അതുവരേക്കും ക്ലബ് FM കേട്ടുകൊണ്ട് ഓക്കെ.